ഹേ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനൊരു ഊണ് കഴിക്കാനായിട്ടൊരു കടയിൽ കയറിയതാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ കടയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അവർക്ക് 3 തരം ഒഴിച്ചുകറികളാണ് കേട്ടോ ഉള്ളത്. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം സാമ്പാറിൽ നിന്നാണ് തുടങ്ങിയത്. സാമ്പാർ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പക്ഷേ അവരുടെ ഈ പരിപ്പ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അവരുടെ ഈ ഒരു പുളിശ്ശേരി ഇതും എനിക്കൊരു ആവറേജ് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ സൈഡായിട്ട് കപ്പ, അവിയൽ, തോരൻ, പപ്പടം, പിന്നെ ഒരു നാരങ്ങ അച്ചാർ കൂടെയാണ് കേട്ടോ ഉള്ളത്. ഈ കറികളൊന്നും ഒരു തവണ മാത്രമല്ല കേട്ടോ തരുന്നത്, നമ്മുടെ മുമ്പിൽ തന്നെ വെച്ചേക്കും. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ആ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ അവിടുത്തെ അണ്ണനോട് പറഞ്ഞിട്ട് കുറച്ച് മീനിൻ്റെ ചാറും ചിക്കൻ്റെ ഗ്രേവിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരാ തരുന്ന ചിക്കൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ചിക്കൻ കറിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അവരുടെ ഈ പരിപ്പ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ അവരുടെ ഈ ഒരു അവിയൽ, അത് പേരിന് മാത്രം ഒരു കറി എന്നതിലുപരി ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് വന്നില്ലെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ തന്നെ നിൽക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ്റെ ഗ്രേവിയും കപ്പയും ചോറും കൂട്ടി കഴിച്ചു തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെ പിന്നെ ഞാൻ ആ തോരനും കൂട്ടി കഴിച്ചായിരുന്നു കേട്ടോ. തോരനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ഞാനൊരു പപ്പടവും പൊടിച്ച് ആ ഒരു സാമ്പാറും കൂട്ടി അങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പരിപ്പിൻ്റെ തട്ട് അതെപ്പോഴും താന്ന് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ആ മീൻചാറും കപ്പയും ചോറും കൂട്ടി കഴിച്ചു കേട്ടോ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു കപ്പയും മീൻചാറും ചോറും അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു കപ്പയും മീൻചാറും ചോറും കൂടെ കൂട്ടി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇത്. അങ്ങനെ പിന്നെ ഞാൻ ആ പരിപ്പും പപ്പടവും കൂട്ടി കഴിച്ചു നോക്കി കേട്ടോ. പരിപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ ഇത്. നമുക്ക് ഈ പരിപ്പും ബീഫും ഒക്കെ കോമ്പിനേഷൻ ഉള്ളതായിട്ട് അറിയാം കേട്ടോ. ഈ പരിപ്പും മീൻകറിയും എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ പിന്നെ പരിപ്പും മീൻകറിയും അതേ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും കഴിച്ചു നോക്കി കേട്ടോ. കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂട്ടത്തിൽ ഞാൻ ഒരല്പം പുളിശ്ശേരി എടുത്ത് കയ്യിലൊഴിച്ച് കുടിച്ചു നോക്കി കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ്റെ ഗ്രേവിയും പരിപ്പും ചോറും കൂട്ടി കഴിച്ചു നോക്കിയേ. അത് കഴിഞ്ഞ് മീൻചാറും പരിപ്പും ചോറും കൂട്ടി കഴിച്ചു നോക്കിയേ. ഞാൻ ഈ രീതിയിൽ തന്നെ മാറി മാറി കഴിച്ചുകൊണ്ടിരുന്നേ. ഇതിൽ ആര് മുന്നിലെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഫുൾ കൺഫ്യൂഷൻ ആയി കേട്ടോ. പിന്നെ ആ ബാക്കി വന്ന മീൻചാറും ഗ്രേവിയും തീർക്കാനായിട്ട് ഞാൻ കുറച്ച് ചോറ് കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി വന്ന കറികൾ വെച്ച് ഞാൻ ആ ഊൺ അങ്ങ് ഫിനിഷ് ആക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു ഊണിന് എനിക്ക് റേറ്റ് ആയത് 80 രൂപയാണ് കേട്ടോ.